ലോറൻസ് സാറ് പറഞ്ഞ ഐഡിയ ആലോചിക്കാനാണ് ഞാൻ അവിടെ ചെന്നത്. പക്ഷേ എനിക്ക് അമ്മച്ചിയോട് നേരാവണ്ണം സംസാരിക്കാൻ ഇട കിട്ടിയില്ല സാറേ. എന്തു പറ്റി? അവിടെ വേറെ ചിലരുണ്ടായിരുന്നു. അതാരാ? ഒരു ഭാര്യയും ഭർത്താവും വടക്കം കണ്ടുള്ളവരാ. എൻ്റെ അപ്പൻ്റെ പരിചയക്കാരനൊരു അച്ഛനുണ്ട്, ഫാദർ പൗലോസ് മണപ്പള്ളി. ഇവിടുത്തെ വലിയ പള്ളിയിലെ അച്ഛനായിരുന്നു. അങ്ങേരുടെ വേണ്ടപ്പെട്ടവരാ. കുറച്ച് നാൾ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കാൻ വന്നതാ. പേയിങ് ഗസ്റ്റോ? റോക്കി, ഇനി ഇത് അമ്മച്ചിയുടെ ഒരു തന്ത്രമാണോ? വയസ്സുകാലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയെ മകൻ ബലമായി പിടിച്ചോണ്ട് പോയാൽ ആർക്കും ഒന്നും പറയാനൊക്കെയല്ല. പക്ഷേ പേയിങ് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് നടക്കത്തില്ല. ആ വശം ഞാൻ ഓർത്തില്ല. റോക്കി, എനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യമാണ്, പക്ഷേ ഏറ്റാലെല്ലാം ശരിയാവും. എന്താ സാറേ? റോസമ്മയുടെ മോളുടെ പ്രായം വരാവുന്ന ഒരു പെണ്ണിനെ കണ്ടെത്തണം. അഭിനയിക്കാനും അറിയാവുന്നൊരു പെണ്ണായിരിക്കണം. ഏതെങ്കിലും നടിയായാലും മതി. എന്നിട്ട് പറയാം. അവളെ റോസമ്മയുടെ മകളായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നു. ഇയാളുടെ അമ്മച്ചി കൊച്ചുമോളെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. ഒരു ദിവസം കൊച്ചുമോളാണെന്നും പറഞ്ഞ് നമ്മൾ അയക്കുന്ന പെണ്ണ് അവിടെ കയറി ചെല്ലുന്നു. പിന്നെ കാര്യങ്ങൾ എളുപ്പമായി. അറ്റ കൈക്ക് നമുക്ക് അങ്ങനെ ഒരു കളി കളിച്ച് നോക്കാം. അത് പിന്നെ പ്രശ്നമാവൂ? നിവർത്തിയില്ലാതെ വന്നാൽ അങ്ങനെയൊക്കെ ആലോചിക്കാം. തൽക്കാലം ഈ പറഞ്ഞത് ആരും അറിയണ്ട, തൻ്റെ ഭാര്യ പോലും. എന്തായാലും മാർച്ച് മാസത്തിന് മുമ്പ് രണ്ടിലൊന്ന് അറിയണം. അല്ലെങ്കിൽ പിന്നെ ഇക്കാര്യം മറന്നേക്കും. ഞാൻ അമ്മാമ്മയെ വിളിക്കാം. വേണ്ട. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ കാര്യം? നമ്മൾ തമ്മിൽ പരിചയമോ ശത്രുതയോ ഒന്നുമില്ലല്ലോ? ഇല്ല. പൗലോസ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാ. പൗലോസ് അച്ഛൻ്റെ ആളുകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കും വേണ്ടപ്പെട്ടവരാ. അപ്പോ ഞാൻ നിങ്ങളോട് കയറി ഉടക്കാൻ പാടില്ല. കാര്യം പറയൂ. അത് പറയാനാണല്ലോ ഞാനിപ്പോ വന്നത്. നിങ്ങളിപ്പോ കുറെ ദിവസമായി ഇവിടെ താമസിക്കുന്നു. ഇത് ഹോട്ടലോ സത്രമൊന്നും അല്ലല്ലോ, എൻ്റെ അമ്മച്ചി താമസിക്കുന്ന വീടാ. ഞങ്ങൾക്കൊക്കെ ഇവിടെ വരണം. പല കുടുംബ പ്രശ്നങ്ങളും പറയാനുണ്ടാവും. നിങ്ങൾക്കിടയിൽ വെച്ച് അതൊന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഉടനെ ഇവിടുന്ന് മാറണം. മാറില്ല. അവരിവിടെ തന്നെ താമസിക്കും. അതെന്റെ തീരുമാനം. നീ ആരടാ അവരോട് പോവാൻ പറയാൻ? അമ്മച്ചി കാര്യങ്ങൾ അറിയാതെ കടുംപിടുത്തം പിടിക്കരുത്. ഈ വയസ്സുകാലത്ത് ഇനി എന്ത് കാര്യടാ ഞാൻ അറിയേണ്ടത്? അത് പറയാം. ദാ ഇത് കണ്ടോ, അമ്മച്ചിയുടെ കൊച്ചുമോള്, അതായത് എന്റെ മൂത്ത പെങ്ങടെ മോള് എനിക്ക് എഴുതിയ കത്താ. നീ എന്താ ഈ പറയുന്നേ? എന്റെ കൊച്ചുമോളോ? അതെ അമ്മച്ചി. അമ്മച്ചിയുടെ കൊച്ചുമോള് ബോംബെയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവളിപ്പോ ഒരു ഫാഷൻ ഡിസൈനറാ. പേര് ഡാലിയ. കർത്താവേ, നേരാണോടാ റോക്കി? ആ, പരമാർത്ഥം.
അമ്മച്ചിയുടെ കൊച്ചുമോള് തിങ്കളാഴ്ച ഇങ്ങെത്തും. കൂടെ അവളുടെ ചില കൂട്ടുകാരികളും ഉണ്ടാവും. അവർക്ക് കുറച്ചു നാൾ ഇവിടെ താമസിക്കണമെന്ന്. കർത്താവേ, എന്താ ഞാനീ കേൾക്കുന്നേ? നീ പറയുന്നത് സത്യം തന്നെയാണല്ലോ. സത്യം തന്നെയാണെന്നോ? ഏതായാലും അമ്മച്ചിയുടെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. ബോംബെയിൽ അവളിപ്പോ വലിയ നിലയിലാ. അമ്മച്ചിയെ ബോംബെയിലോട്ട് കൊണ്ടുപോയി പൊന്നുപോലെ നോക്കിക്കോളാവുന്ന ഡാലിയ പറയുന്നേ. ഏതായാലും അമ്മച്ചിക്ക് വയസ്സുകാലത്ത് കോളായി. കള്ളം. പച്ച കള്ളം. അമ്മാമ്മയ്ക്ക് ഒരേ ഒരു കൊച്ചുമോളേ ഉള്ളൂ, അത് ഞാനാ. അതെ അമ്മാമ്മേ, ഞാനാ റോസമ്മയുടെ മകൾ. ഗസൽ ഗായകൻ ഫിറോസ് അബ്ദുൽ ഖാന്റെ മകൾ നാദിറ. ഞാന് അങ്കിളിന്റെ മൂത്ത പെങ്ങളുടെ മകൾ. ഏത് കോടതിയിലും ഞാൻ തെളിയിക്കും. എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. ഇത്രയും നേരം നിങ്ങളോട് ഞാൻ മര്യാദയുടെ ഭാഷയിൽ സംസാരിച്ചു. മറ്റൊരു ഭാഷയിൽ സംസാരിക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഒന്നും രണ്ടും പറഞ്ഞ് അലമുണ്ടാക്കാതെ വേഗം സ്ഥലം വിട്. പോ. സത്യമാണോ? നീയാണോ റോസമ്മയുടെ മോൾ? എന്റെ കൊച്ചുമോൾ? അതെ അമ്മമ്മേ, ഞാൻ തന്നെയാ അമ്മമ്മയുടെ കൊച്ചുമോള്. റോക്കി അങ്കിളിനെ പേടിച്ച് മാത്രം ഞാൻ അക്കാര്യം മറച്ചു വെച്ചത്. അമ്മമ്മ ക്ഷമിക്കണേ. എന്താടോ? ഒരു ചതി പറ്റി ലോറൻസ് സാറേ. താൻ അകത്ത് കയറ്, എന്നിട്ട് കാര്യം പറ. എന്റെ പെങ്ങളുടെ മോള് വന്നു. അതെ, ബംഗ്ലാവിൽ താമസിക്കാൻ വന്നവരില്ലേ, അത് റോസമ്മയുടെ മോളും കെട്ടിയനുവാ. താനല്ലേ പറഞ്ഞത് അവരെക്കുറിച്ച് നിങ്ങൾക്കാർക്കും ഒരു വിവരമില്ലെന്ന്? എന്റെ അറിവിലില്ലായിരുന്നു. തൻ്റെ അമ്മച്ചിക്ക് അറിവുണ്ടായിരുന്നിരിക്കാം. അമ്മച്ചി വരുത്തിയതാവും അവരെ. ആകെ കുഴഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവരുടെ കയ്യിൽ തെളിവുണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷെ ഏത് കോടതിയിലും തെളിയിച്ചോളാന്ന് അവൾ ഉറപ്പായിട്ട് പറഞ്ഞു. ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നാ. ആദ്യം അവരെക്കുറിച്ചുള്ള സത്യസ്ഥിതി അറിയണം. അവർ പറയുന്നത് സത്യം തന്നെയാണോ, അവരുടെ ഉദ്ദേശം എന്ത് എന്നൊക്കെ അറിയണം. നമ്മൾ നേരിട്ട് ഇടപെടണ്ട. ഇപ്പോൾ താൻ ആദ്യം പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി കൊടുക്കുക. എന്ത് പരാതി? അത് പോലീസുകാർ തന്നെ തനിക്ക് പറഞ്ഞുതരും. താൻ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴേക്കും പരാതി അവിടെ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കും. താൻ ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. ഞാനിപ്പോൾ തന്നെ വിളിച്ച് എല്ലാ ഏർപ്പാടും ചെയ്തോളാം. ശരി.
ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. സംഗതി ഇന്നലെ പൊട്ടിയല്ലേ മക്കളെ? അതെ ഫാദർ. പറയാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. എല്ലാം ഞാൻ അറിഞ്ഞു. റോക്ക് രാത്രി തന്നെ ഇവിടെ വന്നു, എന്നോട് ക്ഷോഭിച്ചു. ഞാൻ കാരണം ഫാദറിന്. അത് പോട്ടെ, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു രണ്ടുപേരും? ഞങ്ങൾക്കൊരു രൂപമില്ല അച്ചോ. എനിക്ക് ബംഗ്ലാവും വേണ്ട, ഒന്നും വേണ്ട. അതെല്ലാം റോക്കിയങ്കളിന് വിട്ടുകൊടുത്തേക്കാം. പാവം എന്റെ ഗ്രാൻഡ്മ. അവരെ മാത്രം എനിക്ക് വിട്ടു തന്നാ മതി. ഞങ്ങള് അമ്മാമ്മയും കൊണ്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് താമസിച്ചോളാം. ത്യാഗം വലിയ നന്മയാണ്, പക്ഷേ ഭീരുത്വം നന്മയല്ല. ദൈവം ഭീരുത്വത്തിനെതിരാ. നിന്റെ അവകാശം നീ സ്ഥാപിച്ചെടുക്കണം നാഥ. ലോകജീവിതത്തിൽ നിനക്കായി നീക്കിവെക്കപ്പെട്ട യാതൊന്നും മറ്റാരും തട്ടിപ്പറിച്ചുകൂടാ. അത് നിന്റെ കയ്യിൽ വന്ന ശേഷം നിനക്ക് ഇഷ്ടമുള്ളവർക്ക് ദാനം ചെയ്യാം. റോക്കിക്ക് എന്നെ കൊടുത്താലും വിരോധമില്ല, പക്ഷേ നിന്റെ അവകാശം ആദ്യം സ്ഥാപിച്ചിരിക്കണം. അതിന് പകരം റോക്കിയെ പേടിച്ച് ഒളിച്ചോടി വയസ്സുകാലത്ത് നിന്റെ അമ്മൂമ്മയെ കൂടെ വഴിയാതരമാക്കിയാൽ ദൈവത്തിനു മുമ്പിൽ ന്യായീകരണമില്ല. അനീതിക്കെതിരെ പോരാടുകയാണ് ദൈവനീതി. നിങ്ങൾ സമാധാനമായിട്ട് പോവുക, നമുക്ക് നോക്കാം. ശരി ഫാദർ. ആ, അജ്ഞാതരായ രണ്ടുപേർ അമ്മച്ചിയെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെ താമസിക്കുന്നുവെന്നും അമ്മച്ചിയുടെ ജീവനും സ്വത്തും അപകടത്തിലാണെന്നും പരാതിയുണ്ട്. അമ്മച്ചിയുടെ മകൻ തന്നെ പരാതിക്കാരൻ. ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? എന്ത് വേണമെങ്കിലും അന്വേഷിച്ചോളൂ. പിന്നെ എൻ്റെ മോൻ്റെ കാര്യം, ഞാൻ അവൻ്റെ പെറ്റ തള്ളിയായിപ്പോയില്ലേ? അല്ലെങ്കിൽ ഞാൻ അവനെതിരെ ഒരു 100 പരാതി എഴുതി തന്നേനെ. ഇതിപ്പോൾ മലന്ന് കിടന്ന് തുപ്പണ പോലെയല്ലേ ഞാൻ എൻ്റെ മോനെതിരെ പരാതി എഴുതി തന്ന. ഈ കൊച്ച് അമ്മച്ചിയുടെ കൊച്ചുമോളാണെന്ന് ഈ രേഖകളിൽ നിന്ന് തെളിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായില്ല അല്ലേ? സർക്കാർ കാര്യമല്ലേ അമ്മച്ചി, രേഖകളും തെളിവുകളും വേണ്ടേ? ഞാൻ വിശ്വസിച്ചാൽ മതിയോ? ഹോ, തൻ്റെ ഒരു തെളിവും രേഖയും. ഓ, സാറ് അക്രഡിറ്റഡ് ജേർണലിസ്റ്റ് ആണല്ലേ? സോറി സാർ, ഞങ്ങളുടെ ഡ്യൂട്ടി അറിയാലോ. എന്തായാലും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും രേഖകൾ പരിശോധിച്ചല്ലോ. എൻ്റെ കൊച്ചുമക്കളാണെന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇനി തനിക്ക് എന്തു വേണം? നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരാണോ? അല്ല, അതിന്റെ തെളിവൊന്നും കണ്ടില്ലല്ലോ. മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. അപ്പോ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല അല്ലേ? എന്ത് മര്യാദ കേടാണോ താൻ ചോദിക്കണത്? അമ്മച്ചി, ഈ മനുഷ്യനും അമ്മച്ചിയുടെ കൊച്ചുമോളും കല്യാണം കഴിച്ചിട്ടില്ല. സംശയമുണ്ടെ ചോദിച്ചു നോക്ക്. നേരാണോടി? നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ? നിയമപ്രകാരം കല്യാണം കഴിച്ചിട്ടില്ല അമ്മമ്മേ. ഇയാളെയും കൊണ്ട് ഇങ്ങോട്ട് ഒളിച്ചോടി പോന്നതാണ് അല്ലടി? നീ എന്റെ മോളുടെ മോള് തന്നെയാ.
നിന്റെ അമ്മ ചെയ്ത് നീ ചെയ്തു. എന്റെ കർത്താവേ, അമ്മാമ്മേ, 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 ഞാൻ പറയണ ഒന്ന് കേക്ക്. സർ, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. താങ്കളുടെ കയ്യിലെ ആ പത്രപ്രവർത്തകന്റെ കാർഡുണ്ടല്ലോ, അതിനോടുള്ള ബഹുമാനം കൊണ്ട് ഞാനിപ്പോൾ നടപടിയൊന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ നിയമപ്രകാരം വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കരുത്. സർ, താങ്കളുടെ നിയമജ്ഞാനത്തോടുള്ള എല്ലാ ബഹുമാനത്തോടും കൂടി തന്നെ പറയട്ടെ, ഈ രാജ്യത്ത് 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീക്കും 21 വയസ്സ് കഴിഞ്ഞ പുരുഷനും ഒരുമിച്ച് ജീവിക്കാൻ, താമസിക്കാം. ഒരു വിവാഹ ഉടമ്പടിയുടെ ആവശ്യമില്ല. കോഹാബിറ്റേഷൻ, ലിവിംഗ് ടുഗദർ എന്നൊക്കെ സാർ കേട്ടിട്ടുണ്ടോ? അത്തരമൊരു ബന്ധം ഈ രാജ്യത്ത് ഒരു കോടതിയും വിലക്കില്ല. പിന്നെ താങ്കൾക്ക് കൂടിപ്പോയാൽ ചെയ്യാവുന്നത് ഒരൊറ്റകൈ പ്രയോഗം പോലെ ഇമ്മോറൽ ട്രാഫിക്കിന്റെ പേരിൽ ഒരു കേസെടുക്കാം. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ സാർ അങ്ങനൊരു ബുദ്ധിമോശത്തിന് പോവില്ല എന്നെനിക്ക് നന്നായി അറിയാം. സോ സർ, പ്ലീസ്, ഇവിടെ നിയമത്തിന് വിരുദ്ധമായി ഒന്നും നടക്കുന്നില്ല. ഓക്കെ, ഓക്കെ, സീ യു. താങ്ക്സ്. വലിയ തെറ്റാണ് നിങ്ങൾ എന്നോട് ചെയ്തത്. വിവാഹിതരാണെന്ന് നുണ പറഞ്ഞു. വേറെ നിവൃത്തിയില്ലായിരുന്നു ഫാദർ, മാപ്പ് തരണം. മാപ്പ് കൊണ്ട് കാര്യമുണ്ടോ? തെറ്റിന് ശിക്ഷ കിട്ടും. ആ ശിക്ഷയാ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ. ഫാദർ രക്ഷിക്കണം, ഒരു വഴി പറഞ്ഞു തരണം. എന്തു വഴി? വിവാഹം കഴിക്കുക മാത്രമാണ് ഏക പോം വഴി. അതും നിങ്ങൾക്ക് പരസ്പരം മനപ്പൊരുത്തവും ബോധ്യമുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നെങ്കിൽ ഞാൻ സഹായിക്കാമായിരുന്നു. എന്നാലിപ്പോൾ കല്യാണം കഴിക്കാൻ വേണ്ടി മതം മാറാൻ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. മതം ഒരു മനുഷ്യൻ്റെ വിശ്വാസത്തിൻ്റെയും ബോധ്യത്തിൻ്റെയും പ്രശ്നമാണ്. ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ ഉത്തരം പറയണം. തീർച്ചയായും ഫാദർ. നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരെ പോലെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. നന്നായി. നിങ്ങളുടെ സത്യസന്ധതയും സന്മാർഗ ബോധത്തെയും ഞാൻ ആദരിക്കുന്നു. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉവ്വ്. ഞാൻ കണ്ടിടത്തോളം നിങ്ങൾക്ക് നല്ല മനപ്പൊരുത്തമുണ്ട്. വിവാഹം കഴിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ മോഹമുണ്ട്. രണ്ടുപേർക്കും പരസ്പരം നല്ല കരുതലുമുണ്ട്. പിന്നെന്തിനു വൈകിക്കുന്നു? സ്ത്രീയും പുരുഷനും കൈകോർത്തൊരുമിച്ച് നിന്നാൽ എന്തും നേരിടാം. ഇന്ത്യൻ വിവാഹ നിയമപ്രകാരം നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തു തരാം. ഇവിടുത്തെ സബ് രജിസ്ട്രാർ എനിക്ക് നന്നായി അറിയാവുന്ന ആളാ. അയാൾ നിങ്ങളെ സഹായിക്കും. जब